ജനവിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കണക്കുകൂട്ടലുമായി മുന്നണികൾ. കരുനാഗപ്പള്ളി നഗരസഭയിൽ വൻ മുന്നേറ്റം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും. പോളിംഗിൽ ഉണ്ടായ മുന്നേറ്റം ഗുണകരമാകുമെന്നാണ് മുന്നണികൾ വിലയിരുത്തുന്നത്. ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF. മികച്ച മുന്നേറ്റം ഉണ്ടാകുമെന്ന് NDAയും വിലയിരുത്തുന്നു. ജനവിധി അറിയാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ മുന്നണികൾ കണക്കുകൂട്ടലുകളിലാണ്. കരുനാഗപ്പള്ളി നഗരസഭയിൽ ശക്തമായ മുന്നേറ്റം നടത്തുമെന്നാണ് മൂന്ന് മുന്നണികളുടെയും പ്രതീക്ഷ. പോളിംഗ് ശതമാനത്തിലെ വർധനവ് ഇതിൽ പ്രധാന കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നു. 74.1% കരുനാഗപ്പള്ളി നഗരസഭയിലെ പോളിംഗ്. 44,153 വോട്ടർമാരാണ് നഗരസഭയിലുള്ളത്. ഇതിൽ 32,679 പേർ വോട്ട് ചെയ്തു. 20,883 പുരുഷ വോട്ടർമാരിൽ 15,236 പേരും 23,269 സ്ത്രീ വോട്ടർമാരിൽ 17,442 പേരും സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. 2010 രൂപീകൃതമായ നഗരസഭയിൽ ആദ്യ തവണ UDFും തുടർന്നുള്ള 2 തവണ LDFുമാണ് അധികാരത്തിലെത്തിയത്. കഴിഞ്ഞ നഗരസഭാ കൗൺസിലിൽ 25 സീറ്റുകൾ നേടിയാണ് LDF ഭരണം നിലനിർത്തിയത്. UDF 6 സീറ്റ് മാത്രമാണ് നേടിയത്. NDA 4 സീറ്റുകളിൽ വിജയിച്ചു. ഇത്തവണ ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ UDFനും NDAയ്ക്കും കഴിഞ്ഞു. LDF സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം കൂടി ഉണ്ടായതോടെ തെരഞ്ഞെടുപ്പ് രംഗം സജീവമായി. 37 അംഗ നഗരസഭയിൽ 23 മുതൽ 36 വരെ സീറ്റുകൾ നേടുമെന്നാണ് UDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. ഇത്തവണ ഭരണത്തിലെത്താൻ സാധിക്കുമെന്നും അവർ കരുതുന്നു. തുടർച്ചയായി 2 തവണ ഭരിച്ച LDFന്റെ ഭരണപരാജയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചതായും അത് നേട്ടമുണ്ടാക്കുമെന്നും UDF നേതാക്കൾ പറയുന്നു. ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് LDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. 20 മുതൽ 25 സീറ്റുകൾ ഉറപ്പായി നേടുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. LDF തുടർച്ചയായി വിജയിച്ചിട്ടുള്ള 9 സീറ്റുകളും 2 തവണ വിജയിച്ചിട്ടുള്ള 11 സീറ്റുകളുമുണ്ട്. പുതുതായി രൂപീകരിച്ച വാർഡുകളിലും കഴിഞ്ഞ തവണ LDF പരാജയപ്പെട്ട പല വാർഡുകളിലും ഇത്തവണ വിജയമുണ്ടാകുമെന്നാണ് LDFന്റെ വിലയിരുത്തൽ. NDA ക്യാമ്പും തികഞ്ഞ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ തവണ 4 സീറ്റുകളിൽ NDA സ്ഥാനാർത്ഥികൾ വിജയിച്ചു. പല സീറ്റുകളിലും 2ാം സ്ഥാനത്തുമെത്തി. ഈ സീറ്റുകളെല്ലാം കണക്കാക്കുമ്പോൾ മികച്ച നേട്ടമുണ്ടാകുമെന്നാണ് NDAയുടെ വിലയിരുത്തൽ. ഇടത് വലത് മുന്നണികൾ ഭരിച്ചിട്ടുള്ള നഗരസഭയിൽ നഗരസഭയുടെയും സംസ്ഥാന സർക്കാരിന്റെയും ഭരണപരാജയങ്ങളും NDA സർക്കാരിന്റെ നേട്ടങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു അവരുടെ പ്രചാരണം. ഇത് ഗുണം ചെയ്യുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.